അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് മാർഗ്രേറ്റ് മേരി. ഞാൻ കഞ്ചിക്കോടുന്ന് വരുന്നു. ഒരു പൂച്ചക്കുഞ്ഞിക്ക് വേണ്ടിയുള്ള സാക്ഷിയാണ് പറയാൻ പോകുന്നത്. അത് പ്രസവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു, ഒരാഴ്ചയും കഴിഞ്ഞു. ഒരു കണ്ണ്, അപ്പോൾ ഞാൻ തിങ്കളാഴ്ച അത് നോക്കിയത്. നോക്കുമ്പോൾ ഒരു കണ്ണ് മാത്രം തുറന്നിട്ടുണ്ട്. ഒരു കണ്ണ് ശരിക്കും അത് തുറക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ ശരിക്കും മെഴുകി വെച്ച പോലെയായിരുന്നു ആ കണ്ണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ ചെയ്യുന്നറിയാതെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു പോയി, ഇന്ന് തിങ്കളാഴ്ച, വെള്ളിയാഴ്ച വരുമ്പോഴേക്കും ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെ മനസ്സുകൊണ്ട് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി. അങ്ങനെ എനിക്ക് സുഖമില്ലാത്തതാണ്, എനിക്ക് വരാൻ പറ്റുമോ എന്തോന്നുള്ള അതൊന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചു പോയി. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് 3-ാം പക്കം നോക്കുമ്പോൾ ആ കണ്ണ് മറ്റേ കണ്ണ് പോലെ നല്ല ഇതായിട്ട് ഇരിക്കണം. അപ്പോൾ എനിക്ക് തന്നെ ദൈവം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞും പോയി, ഞാൻ അത് സാക്ഷ്യപ്പെടുത്തണമല്ലോ എന്നുള്ള, എനിക്ക് ഇവിടെ വരാൻ പറ്റുമോ എന്തോ എന്നാൽ എനിക്കും വരാൻ പറ്റി. പറയാൻ വെച്ചാൽ കുറേ പറയണം. ദൈവം എനിക്ക് നല്ല ഒരു സമാധാനം കൊടുത്ത്. ഡോക്ടറിനെ കണ്ടപ്പോൾ ശ്വാസത്തിൻ്റെ ഹാർട്ട് റോയായപ്പോൾ വാൽവ് ഇങ്ങനെ ചുങ്ങി പോണ ഒരു ഇതായിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ. അതുമൂലം ശ്വാസം കിട്ടാതെയും ശ്വാസം ഇറങ്ങിപ്പോവുക, അതുമൂലം പല രോഗങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. 1 മാസത്തിന് ഡോക്ടർ ഗുളിക എഴുതി തന്നു ശ്വാസത്തിനുള്ളത്. അത് കുറച്ച് സമാധാനമുണ്ട്. എന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ഷീണവും ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന കാരണം എനിക്കിവിടെ വരാൻ പറ്റാതെ, ഒരിത് സംസാരിക്കാൻ പറ്റാതെ, സൗണ്ട് കിട്ടാതെ. അപ്പം അങ്ങനെ എന്തോ ഒന്നും വിചാരിച്ചില്ല, അങ്ങനെ പറഞ്ഞു. ദൈവം അത് ഒരു പൂച്ചക്കുഞ്ഞ്, വികലാംഗിയായ പൂച്ചക്കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണിൻ്റെ കാഴ്ച ഉണ്ടായില്ല. അപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച നോക്കുമ്പോൾ ആ കണ്ണ് തുറന്നിരിക്കുന്നു. തുറക്കാൻ സാധ്യതയില്ലാത്ത കണ്ണായിരുന്നു. അത് സാക്ഷ്യപ്പെടും. ഹല്ലേലൂയ.